നഷ്ടത്തിലൊടുന്ന 10 രൂപയുടെ ഇലക്ട്രിക് ബസ് നിർത്തുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറയുമ്പോൾ ഈ ബസ് ലാഭകരമാണെന്ന് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് ആന്റണി രാജു എംഎൽഎ. ഗണേഷ് കുമാറിന് ഇപ്പോൾ ചുട്ട മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. കെഎസ്ആർടിസി ബസ്സുകൾ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്നും ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകളൊന്നും തന്നെ യാഥാർത്ഥ്യമല്ലെന്നും ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റും എം വിൻസെന്റ് എംഎൽഎ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതുന്നയിച്ചുകൊണ്ടാണ് ആന്റണി രാജു ഇപ്പോൾ നിയമസഭയിൽ മറുപടി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ കർണാടകയിൽ ഈ ബസ് കൊണ്ടുവരുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം വാർത്തയിലുണ്ടായിരുന്നു. തെലങ്കാന, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ഈ ബസ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുമാണ് ചൂണ്ടിക്കാട്ടിയത്. അതായത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ഈ ബസ് കൊള്ളാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ നഷ്ടമെന്ന് പറയുന്നത് ഇത് ശരിയല്ല എന്നാണ് ആന്റണി രാജു വിമർശിക്കുന്നത്. ഡീസൽ ബസിനേക്കാൾ ഇലക്ട്രിക് ബസ് തന്നെയാണ് കൂടുതൽ ലാഭകരമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. വസ്തുതകളൊന്നും തന്നെ പഠിക്കാതെ മനസ്സിലാക്കാതെ പ്രതിപക്ഷം തോന്നുന്നത് വിളിച്ചു പറയുകയാണ് എന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാക്കുകൾ. ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന തുകയ്ക്ക് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നായിരുന്നു ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇക്കഴിഞ്ഞയാഴ്ച പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് വിൻസെന്റ് എംഎൽഎ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. ഗുണനിലവാരം വിലയിരുത്താതെയാണ് PMIയുടെ 50 ബസ്സുകൾ മാനേജ്മെന്റ് വാങ്ങിയത്. ബസ്സുകളുടെ ഗുണനിലവാരം പരിശോധിച്ച് വിദഗ്ധ സമിതി റിപ്പോർട്ട് പുറത്തുവിടണം. മാനേജ്മെന്റ് പറയുന്നത് പ്രകാരം 6026 രൂപ ഒരു ബസ്സിന് പ്രതിദിന വരുമാനവും 4752 രൂപ പ്രതിദിനം ചിലവുമുണ്ട്. വായ്പ തിരിച്ചടവും ബസിന്റെ ബാറ്ററി മാറുന്ന ചിലവുമൊക്കെ കൂട്ടിയാൽ 4546 രൂപയാണ് അധിക ചിലവാകുന്നത്. ഒരു ഇലക്ട്രിക് ബസ് പ്രതിദിനം 3273 രൂപ നഷ്ടമാക്കുന്നുണ്ട്. 50 ബസ്സുകൾക്ക് പ്രതിവർഷം 5.89 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നു എന്നാണ് എം വിൻസെന്റ് എംഎൽഎ പറഞ്ഞത്. അതേസമയം 104 കോടി രൂപ ചിലവിലാണ് 113 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയത്. എന്നാൽ ഈ ബസ്സുകൾ നഷ്ടത്തിലാണെന്നും പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നും ഒക്കെ പറഞ്ഞാണ് ഇത് ഗണേഷ് മന്ത്രി നിർത്താൻ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, ഈ വൈദ്യുതി ബസ്സിനെ കണ്ണും പൂട്ടി അദ്ദേഹം കുറ്റം പറയുന്നത് ഇങ്ങനെയാണ്: മിക്കവാറും വൈദ്യുതി ബസ്സിൽ ആളില്ല, 10 രൂപ നിരക്കിലാണ് ഈ ബസ് ഓടുന്നത്, 100 പേർക്ക് കയറാൻ ബസ്സിൽ സൗകര്യമില്ലെന്നും അങ്ങനെ നിരവധി പേർ കയറിയാൽ തന്നെ 10 രൂപ വെച്ച് എത്ര കിട്ടാനാണെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടത്തിലോടുന്ന മുഴുവൻ റൂട്ടുകളും റീഷെഡ്യൂൾ ചെയ്യുമെന്നാണ് മന്ത്രി പറയുന്നത്. വൈദ്യുതി ബസ്സിന് ദീർഘദൂര സർവീസ് ഇല്ല. ഈ ബസ്സിന് 1 കോടി രൂപയ്ക്ക് അടുത്താണ് വില. ആ പണത്തിന് 4 ഡീസൽ ബസ് വാങ്ങാമെന്നും ഗണേഷ് ചൂണ്ടിക്കാട്ടുന്നു. വൈദ്യുതി ബസ് എല്ലാവരുടെയും വയറ്റത്തടിച്ചിരിക്കുകയാണ്. ഓട്ടോറിക്ഷക്കാരുടെ വയറ്റത്തടിച്ചു. ഇനി വൈദ്യുത ബസ്സുകൾ വാങ്ങുന്നതിനോട് യോജിപ്പില്ല എന്നും അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നതിനുള്ള പദ്ധതി തന്റെ മനസ്സിലുണ്ടെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണെന്നുമായിരുന്നു ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറയുന്നത്. അതനുസരിച്ച് ചില പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. അതിൽ ഉറപ്പൊന്നും പറയാറായിട്ടില്ല. ശമ്പളം ഒരുമിച്ച് കൊടുക്കാനാകുമോ എന്നാണ് പരിശ്രമിക്കുന്നതെന്നും അതിനൊരു നീക്കം നടത്തണമെന്നുമായിരുന്നു മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. അതനുസരിച്ചുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതും. അതായത് ചിലവ് പരമാവധി കുറച്ചും വരവ് പരമാവധി കൂട്ടിക്കൊണ്ടും വന്നാൽ മാത്രമേ കെഎസ്ആർടിസിയുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ. ചിലവ് കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാനം. അതിന്റെ ഭാഗമായിട്ടാണ് കെഎസ്ആർടിസിയുടെ അനാവശ്യ റൂട്ടുകൾ നിർത്തുന്നത്. റൂട്ടുകൾ പരിഷ്കരിക്കുമ്പോൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാനാകും. അതനുസരിച്ച് ഓരോ ബസിന്റെയും കോസ്റ്റ് അക്കൗണ്ടിംഗ് നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വൈദ്യുതി ബസിന് 1 കോടി രൂപയ്ക്ക് അടുത്താണ് വില. ആ പണത്തിന് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാം. വൈദ്യുതി ബസ് 10 രൂപ ടിക്കറ്റിൽ മുൻപിൽ പോകുമ്പോൾ ഡീസൽ അടയ്ക്കുന്ന കെഎസ്ആർടിസി വേറൊരു നിരക്കിൽ പിന്നാലെയുണ്ട്. ഇതിന് പിന്നാലെയാണ് സ്വകാര്യ ബസ് ഉള്ളത്. വൈദ്യുതി ബസ് എല്ലാവരുടെയും വയറ്റത്തടിച്ചു. ഓട്ടോറിക്ഷക്കാരുടെ വയറ്റത്തടിച്ചു. ഓട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണ്. ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ. ഇനി വൈദ്യുതി ബസ്സുകൾ വാങ്ങുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും അതിനോട് സഹകരിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനുള്ള ചുട്ട മറുപടിയായിട്ടാണ് ഇപ്പോൾ ആന്റണി രാജു വൈദ്യുതി ബസ്സിനെ തന്നെ നഷ്ടമല്ല ലാഭമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.